കർത്താവ് ഇങ്ങനെ ഒരവസരം കൂടെ നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച ഭാഗത്തുനിന്ന് ഞാൻ ആവർത്തിച്ച് ഓർപ്പിച്ചല്ലോ, വിശ്വാസികൾ പരസ്പരം കരുതാൻ പഠിക്കണമെന്നും കടിച്ചു കീറരുത് എന്നുള്ള കാര്യം. പലരും എന്നോട് ചോദിച്ചു, ബ്രദറെ അങ്ങനെയുള്ള കാര്യങ്ങൾ ആത്മീക ലോകത്തിൽ നടക്കാറുണ്ടോ, ബ്രദറിന് അനുഭവം ഉണ്ടോ? അപ്പോൾ ഒരു ടെസ്റ്റ് മണിയോടെ ഞാൻ ഇന്നത്തെ ക്ലാസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. 1984 ഞാൻ ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈം മിനിസ്ട്രിയിൽ വന്നു. അറിയപ്പെട്ട ഒരു സുവിശേഷകന്റെ മകനായിരുന്നുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി എൻ്റെ പേര് കെയും ഫണ്ടിലും ചേർത്തു, IETയിലും ചേർത്തു, ഗോസ്പൽ ഫെലോഷിപ്പ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിലും ചേർത്തു. ഒരു നല്ല സപ്പോർട്ട് കിട്ടി തുടങ്ങി. ഗോസ്പൽ ഫെലോഷിപ്പ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ലിസ്റ്റ് ഗൾഫിലുള്ള സഭകൾ ഉപയോഗിച്ച് ബൈ റൊട്ടേഷൻ ഇന്ത്യയിലുള്ള സുവിശേഷകന്മാർക്ക് ഫണ്ട് അയച്ചു തരും. അപ്പൊ എനിക്ക് റെഗുലറായിട്ട് ഗൾഫിലുള്ള പല സഭകളിൽ നിന്ന് സപ്പോർട്ട് കിട്ടി തുടങ്ങി. അമേരിക്കയിലുള്ള പല സഭകളും GFTIയുടെ ലിസ്റ്റ് നോക്കി സുവിശേഷകന്മാർക്ക് റെഗുലറായിട്ട് ഫണ്ട് അയച്ചു കൊടുക്കും. അപ്പൊ എനിക്ക് അമേരിക്കയിൽ നിന്നുള്ള പല സഭകളിൽ നിന്ന് ഫണ്ട് കിട്ടി തുടങ്ങി. അങ്ങനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് 84 തൊട്ട് ഏതാണ്ട് 89 വരെ എനിക്ക് നല്ലതുപോലെ സപ്പോർട്ട് കിട്ടി. 88-89 GFTI, ചെന്നൈയിലുള്ള GFTI നടത്തുന്ന ബൈബിൾ കോളേജ്, സ്റ്റുവർട്ട്സ് ബൈബിൾ കോളേജിൽ ഞാൻ പഠിപ്പിച്ചു തുടങ്ങി. അവിടെ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഞാൻ ഹിന്ദി ഫ്ലുവൻ്റ് ആണ്, ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആണ്, മലയാളം ഫ്ലുവൻ്റ് ആണ്, അപ്പോൾ തമിഴോട് പിക്കപ്പ് ചെയ്യാനുള്ളതേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി. അവർക്ക് ഒരു ചേവകനെ ആവശ്യമായിരുന്നു, എല്ലാ ഭാഷ അറിയാവുന്നതും അവരുടെ അടിമപ്പണി ചെയ്യുന്ന ഒരു വ്യക്തിയെ. അതുകൊണ്ട് GFTIയുടെ തലത്തോട്ടപ്പൻ എന്നോട് ആവശ്യപ്പെട്ടു, മധ്യപ്രദേശ് വിട്ടിട്ട് ഞാൻ കുടുംബത്തോടെ മൈഗ്രേറ്റ് ചെയ്ത് ചെന്നൈയിൽ പോയി GFTIയുടെ ചേവകനായിട്ട് ജീവിക്കണം എന്ന്. ഞാൻ പറഞ്ഞു, സോറി, എന്നെ ദൈവം മധ്യപ്രദേശിന് വേണ്ടിയാണ് വിളിച്ചത്. അന്ന് എനിക്ക് 36 വയസ്സാണുള്ളത്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ശ്രദ്ധിച്ചു കേട്ടോണം. 36-ാം വയസ്സിൽ അവർ എന്നെ റിട്ടയേർഡ് കാറ്റഗറിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. GFTIയുടെ ഹാൻഡ് ബുക്ക് എടുത്താൽ അതിലൊരു റിട്ടയർഡ് കാറ്റഗറി ഉണ്ട്. എൻ്റെ ഫാദറിനെ 80 വയസ്സ് വരെ അതിൽ നിന്ന് മാറ്റിയിട്ടില്ല. മറ്റ് നോർത്ത് ഇന്ത്യയിലുള്ള സുവിശേഷകന്മാരെ 80-90 വയസ്സ് ആകുന്നത് വരെ ആ ലിസ്റ്റിൽ നിന്ന് മാറ്റിയിട്ടില്ല. 36-ൽ എന്നെ സുവിശേഷകന്മാരുടെ ലിസ്റ്റിൽ നിന്ന് മാറ്റി റിട്ടയേർഡ് ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റിൽ ഇട്ടു. റിട്ടയേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ സെറ്റിൽഡ് ആണെന്ന് അർത്ഥം. അതോടെ ഗൾഫിലുള്ള എല്ലാ സഭകളും സപ്പോർട്ട് നിർത്തി, അമേരിക്കയിലുള്ള എല്ലാ സഭകളും സപ്പോർട്ട് നിർത്തി. ഒരു വ്യക്തി പറഞ്ഞ ഒരു കാര്യം ചെയ്തത് കൊണ്ട് എൻ്റെ കുടുംബം പട്ടിണിയായി. ഞാൻ 36 വയസ്സേ അന്ന് എനിക്കുള്ളായിരുന്നെന്ന് ഓർപ്പിക്കട്ടെ. 40-ാം വയസ്സിൽ എനിക്ക് 40 ആയപ്പോൾ എൻ്റെ വൈഫ് ജോലിക്ക് പോയി തുടങ്ങി ഇവിടെ എറണാകുളത്ത് ഒരു സഹോദരന്റെ കമ്പനിയിൽ. കുട്ടികൾ വീട്ടിൽ സ്ട്രൈക്ക് ഇരുന്നു. ഞങ്ങൾ പട്ടിണി കിടന്നാലും സാരമില്ല, മമ്മി ജോലിക്ക് പോകാൻ പാടില്ല, ഞങ്ങൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പം അമ്മ വീട്ടിലുണ്ടായിരിക്കണം. അങ്ങനെ വൈഫ് ജോലി വിട്ടു. മക്കൾ മനസ്സിലാക്കി സിറ്റുവേഷൻ എന്താണെന്ന്. അതുകൊണ്ട് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഈ വിശ്വാസികൾ മറ്റ് വിശ്വാസികൾക്കെതിരെ പ്രഹരം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. 36-ാം വയസ്സിൽ എന്നെ റിട്ടയർഡ് കാറ്റഗറിയിലിട്ടു, കംപ്ലീറ്റ് സപ്പോർട്ട് നിർത്തി. അത് കഴിഞ്ഞ് 40-ാം വയസ്സിലാണ് ധർമ്മദീപ്തി മാസിക എനിക്കെതിരെ ഒരു ക്യാമ്പയിൻ തുടങ്ങിയത്. പ്രജാപതി ക്രിസ്തു അല്ലെന്ന് ഞാൻ പറഞ്ഞതിന് ധർമ്മദീപ്തി ക്യാമ്പയിൻ തുടങ്ങി. എനിക്ക് അമേരിക്കയിൽ നിന്ന് എല്ലാ മാസവും ചാക്ക് നിറച്ചാണ് ഡോളർ വരുന്നതെന്ന്. അതോടെ ബാക്കി സപ്പോർട്ട് നിന്നു. എൻ്റെ റിലേറ്റീവ്സും സപ്പോർട്ട് നിർത്തി. എന്ന് മാത്രമല്ല, ഫണി ആശയങ്ങൾക്ക് സ്വാധീന ശക്തിയുണ്ട്. കേരളത്തിലെ ഏറ്റവും ധനികന്മാരായ സുവിശേഷകന്മാർ ഒരു കല്യാണത്തിന് 25,000 തൊട്ട് 50,000 ഡിമാൻഡ് ചെയ്ത് വാങ്ങിക്കുന്ന സുവിശേഷകന്മാര് വന്ന് എന്നെ കണ്ടു തുടങ്ങി. ജോൺസൺ, കഞ്ഞി കുടിക്കാനുള്ള വകയില്ല, ഞങ്ങളെ സഹായിക്കണം എന്ന്. കാരണം ചാക്ക് കണക്കിനല്ലേ എനിക്ക് എല്ലാ മാസവും ഡോളർ വരുന്നത്. അത് വർഷങ്ങൾ കണ്ടിന്യൂ ചെയ്തു. ഹൈ റേഞ്ചിൽ നിന്ന് ഒരാൾ എഴുതിയിട്ട് പറഞ്ഞു, അങ്കിളെ എനിക്കൊരു 10 ലക്ഷം രൂപയുടെ കടമുണ്ട്, അങ്കിള് എനിക്ക് ഒരു 20 ലക്ഷം തരണം, ഞാൻ കടവും വീട്ടി ഒരു വീടും പണിയാൻ വേണ്ടി എനിക്ക് ആവശ്യമുണ്ട്.
എനിക്ക് ഷൂ വാങ്ങിക്കാനുള്ള കാശില്ലായിരുന്നെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ ലെതറിന്റെ ഷൂ ഇട്ടിട്ടില്ല. വാങ്ങിക്കാനുള്ള കാശില്ലായിരുന്നു. ഇന്ന് എൻ്റെ മകൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ തുറന്ന് നിങ്ങളോട് പറയുന്നത്. വിശ്വാസികൾക്ക് മറ്റ് വിശ്വാസികളോട് പക തോന്നിക്കഴിഞ്ഞാൽ കൊലപാതകന്മാർ ചെയ്യുന്നതിനേക്കാൾ ഭയാനകമായിട്ട് ചെയ്യാറുണ്ട്. അതിന്റെ 2 എക്സാമ്പിളാണ് GFTക്കാർ എന്നോട് ചെയ്തതും ധർമ്മദീപ്തി മാസിക എന്നോട് ചെയ്തതും. ആ ധർമ്മദീപ്തി എന്നെ കുറിച്ച് എഴുതി കഴിഞ്ഞ് ഓൾമോസ്റ്റ് 20 വർഷം ആളുകൾ, കേരളത്തിലെ ഏറ്റവും ധനികന്മാരായ സുവിശേഷകന്മാര് ബെഗിങ്ങിന് വരുമായിരുന്നു ജോൺസനെ സഹായിക്കണം എന്നും പറഞ്ഞ്. വേർപാട് കമ്മ്യൂണിറ്റിയില് ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നടക്കുന്നു. ദൈവജനം ഇത് അറിഞ്ഞിരിക്കണം. നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ വിശ്വാസികൾക്കെതിരെ ആകും എന്നുള്ള കാര്യം ദൈവജനം മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഗലാത്യ ലേഖനത്തിൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് വിശ്വാസികളെ കടിച്ചു കീറരുതെന്ന്. 6-ാം വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കവർ ചെയ്തല്ലോ. 7-ാം വാക്യം, ഗലാത്യർ 6-ാം അധ്യായത്തിന്റെ 7, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നമ്മൾ മറ്റ് വിശ്വാസികൾക്കെതിരെ വാളെടുക്കുമ്പോൾ പലർ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഇടർച്ചയ്ക്ക് പോലും ഒരു വിശ്വാസിക്ക് ഇടർച്ചയ്ക്ക് പോലും കാരണമായാൽ നമ്മൾ അതിന്റെ പകരം വീട്ടേണ്ടി വരും. ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ദൈവാത്മാവ് പറയുന്നത്, ദൈവത്തെ പരിഹസിക്കരുത്, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഇത് വളരെ വ്യാപ്തിയുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തു കൊയ്യും അതിന്റെ റിസൾട്ട് ഉണ്ടാകും. സഹോദരനോട് വഞ്ചന, ചതി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വഞ്ചനയും ചതി നടക്കുന്നുണ്ട് എന്ന് ദൈവജനം മനസ്സിലാക്കണം. ഞാൻ എൻ്റെ പേഴ്സണൽ ടെസ്റ്റിമണി ഇത് ആദ്യമായിട്ടാണ് ഞാൻ പബ്ലിക്കിൽ പറയുന്നത്. മിക്ക ആളുകൾക്കും അറിയത്തില്ല, എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് പോലും അറിയത്തില്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. വൈഫിനറിയാം, മക്കൾക്കറിയാം, സനീഷിനറിയാം. പിന്നെ എൻ്റെ ഓർമ്മക്കുറിപ്പിൽ ഞാൻ ഈ കാര്യം എഴുതിയിട്ടുണ്ട്. എഴുതി കഴിഞ്ഞ് പലർ ഈ വിഷയത്തിൽ ഒരു പരിഹാരത്തിന് വേണ്ടി ശ്രമിച്ചു. പരിഹാരം എന്ന് പറഞ്ഞാൽ GFTI എന്തുകൊണ്ട് എൻ്റെ ഫണ്ട് 36-ാം വയസ്സിൽ നിർത്തിയെന്ന് പറഞ്ഞപ്പം ഇന്നുള്ള സെക്രട്ടറി വളരെ കൂളായിട്ട് പറഞ്ഞത്, അത് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട് കാണത്തില്ല, ജോൺസൺ പറഞ്ഞ ഇഷ്ടപ്പെട്ട് കാണത്തില്ല, അതുകൊണ്ട് ലിസ്റ്റിൽ നിന്ന് മാറ്റി കാണും. എന്ത് ഈസിയാണ് സുവിശേഷകന്മാരുടെ അവരുടെ സർവൈവലുമായിട്ട് കളിക്കുന്നതും അവരുടെ മക്കളെ പട്ടിണിയാക്കുന്നു. ആരെങ്കിലും എടുത്തു മാറ്റി കാണും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പ്ലീസ് റിമെമ്പർ, വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ പറഞ്ഞെന്നാൽ ഇത് മാത്രമല്ല, ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ പ്രത്യേകിച്ച് വേർപാട് സമൂഹത്തിൽ വിശ്വാസികൾക്കെതിരെ പ്രവർത്തിക്കുന്നത് വളരെ വളരെ കോമൺ ആണ്. എന്നാൽ അവർ മറന്നു പോകുന്ന കാര്യം, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ആ വാക്യം കുറച്ചുകൂടെ വ്യാപ്തിയായിട്ട് ഇവിടെ ദൈവാത്മാവ് 8-ാം വാക്യത്തിൽ വ്യാഖ്യാനിക്കുന്നു. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ഈ ആത്മാവിൽ വിതയ്ക്കുക, ജഡത്തിൽ വിതയ്ക്കുക, ഇതിന് മുൻപ് നമ്മൾ കവർ ചെയ്ത വിഷയങ്ങളുടെ വെളിച്ചത്തിൽ അത് വളരെ വ്യക്തമാണ്. നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങള് നമ്മൾ ചെയ്യുന്നത് മനസാ വാച്യ കർമ്മണ നമ്മെ തന്നെ പാപ സ്വഭാവത്തിന്റെ കയ്യിൽ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നാം ചെയ്യുന്നത് ജഡത്തിൽ വിതയ്ക്കുകയാണ്. കാരണം ജഡം
അല്ലെങ്കിൽ പാപ സ്വഭാവമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. നേരെ മറിച്ച് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം പരിശുദ്ധാത്മാവിന്റെ താല്പര്യപ്രകാരമാണ്. അതുകൊണ്ട് അത് ആത്മാവിലാണ് വിതയ്ക്കുന്നത്. നാം നമ്മുടെ ജീവിതത്തിൽ വളരെ കെയർഫുള്ളി ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വളരെ കെയർഫുള്ളി. ഞാൻ ആത്മനിറവിലാണോ ജീവിക്കുന്നത്? പ്രത്യേകിച്ച് സഹോദരനെ കുറിച്ച് ഞാൻ വാ തുറന്നു കഴിഞ്ഞാൽ ആത്മനിയന്ത്രണത്തിലാണോ സംസാരിക്കുന്നത്? പ്രത്യേകം ചെക്ക് ചെയ്യണം. അതല്ലാതെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന ഓഫീസസ്, നാം സമൂഹത്തിൽ ആരുമായിട്ട് ഇടപെടുന്നത്, അവിടെയെല്ലാം ആത്മനിയന്ത്രണത്തിലാണോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഈ ഞങ്ങളുടെ വീട് കേന്ദ്രീകരിച്ച് എല്ലാ വ്യാഴാഴ്ചയും ഒരു ഹൗസ് ടു ഹൗസ് വിസിറ്റേഷൻ ഉണ്ട്. എറണാകുളം പട്ടണത്തിലാണ്. വളരെ വ്യാപകമായ ഒരു ഏരിയ. ഓൾറെഡി ഇത് 10ാമത്തെ വർഷത്തിലോട്ട് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. വളരെ വൈഡ് ഒരു ഏരിയ കവർ ചെയ്തു. അങ്ങനെയുള്ള മിനിസ്ട്രിക്ക് പോകുമ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, വേർപാട് വിശ്വാസികളും പെന്തിക്കോസ്ത് വിശ്വാസികളും താമസിക്കുന്ന വീടുകളുടെ ചുറ്റിനുമുള്ള ആളുകൾ അവർക്കൊരു ഗോസ്പൽ കൊടുക്കുമ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ അവരുടെ ആളുകളാണോ, അല്ലെ അവര് നിങ്ങളുടെ ആളുകളാണോ? അപ്പോൾ വേർപാടുകാരാണ് എന്ന് മനസ്സിലാക്കി അവര് ഞങ്ങളുടെ ആളുകളാണെന്ന് പറഞ്ഞാൽ പലപ്പോഴും മറുപടി, എന്നാ ഒരു കാര്യം ചെയ്യും, ഇതുകൊണ്ടേ അവർക്ക് കൊടുക്കുക, അവർക്കാണ് മാനസാന്തരം ഞങ്ങളെക്കാൾ കൂടുതൽ ആവശ്യമെന്ന് ആളുകൾ പറയാറുണ്ട്. കാരണം എന്ത്? വിശ്വാസികൾ ജഡത്തിൽ ജീവിക്കുന്നു, ജഡത്തിൽ വിതയ്ക്കുന്നു. അത് രക്ഷിക്കപ്പെടാത്ത ആളുകൾക്ക് പോലും കണ്ടിട്ട് ഇത് ഒരു ദൈവ പൈതലിന്റെ പ്രവൃത്തി അല്ല എന്ന് മനസ്സിലാകുന്നു. അതേ സമയത്ത് എത്രയോ വിശ്വാസികൾ, പ്രത്യേകിച്ച് അവരുടെ ജീവിതാവസാനം മരിച്ചു കഴിഞ്ഞ് എത്രയോ വിശ്വാസികൾ കേരളത്തിലും ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഡെഡ് ബോഡി ഒരു പബ്ലിക് പ്ലേസിലല്ലേ ഓഡിറ്റോറിയമിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ, കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നൂറുകണക്കിനും, ചിലത് ഞാൻ കണ്ടിട്ടുണ്ട് ആയിരക്കണക്കിന് അൺബിലീവേഴ്സ് അവരെ ആ ഡെഡ് ബോഡി കാണാൻ വരുന്നു. കാരണം ആ വ്യക്തി ജീവിച്ചിരുന്ന സമയത്ത് ആരും അറിയാതെ വളരെ സൈലന്റ് ആയിട്ട് ആത്മാവിൽ വിതച്ചു. അങ്ങനെ ആത്മാവിൽ വിതച്ചതിന്റെ കാരണം കൊണ്ട് വിശ്വാസികളെ മാത്രമല്ല, ആയിരക്കണക്കിന് അവിശ്വാസികളെ, ഹിന്ദുസിനെയും മുസ്ലിംസിനെയും പിന്നെ സമുദായങ്ങളിലുള്ള ആളുകളെ സ്പർശിച്ചു. ഓരോരുത്തർ വന്ന് കരഞ്ഞ് ടെസ്റ്റ് മണി പറയുന്നത് ചില ശവസംസ്കാരങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വേർപാടുകാരല്ലാത്തവർ വന്ന് ഇന്നയാള് ഇന്നത് ചെയ്തു, ഇന്നത് ചെയ്തു, ഇന്നത് ചെയ്തു, എനിക്ക് വേണ്ടി ഇന്നത് ചെയ്തു. ഇവരൊക്കെ ആത്മാവിൽ വിതച്ചവരാണ്. വിശ്വാസികളായ നാം കെയർഫുള്ളി, നാം ജഡത്തിലാണോ വിതയ്ക്കുന്നത്, ആത്മാവിലാണോ വിതയ്ക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. മധ്യപ്രദേശിലെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, വേർപാടുകാരനായിരുന്നു. പുള്ളി പോക്കറ്റിൽ 2 പേനയായിരുന്നു കൊണ്ട് നടക്കുന്നത്. അന്നത്തെ കാലത്ത് പെൻസിലായിരുന്നു, കാർബൺ പെൻസിൽ. ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. ഓഫീസിലെ വർക്ക് എഴുതുമ്പോൾ ഓഫീസിൽ നിന്ന് കിട്ടിയ പേനയും കൊണ്ട് മാത്രമേ എഴുതത്തുള്ളായിരുന്നു. സ്വന്തം ആവശ്യത്തിന് എന്തെങ്കിലും എഴുതണമെങ്കിൽ അവനവന്റെ പേന അല്ലെ പെൻസിൽ എടുത്ത് എഴുതുമായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ആദർശ ജീവിതം. എന്നാൽ തൻ്റെ ടെസ്റ്റ് മണി എന്ന് പറഞ്ഞാൽ താൻ ഒരു ദിവസം വീട്ടിൽ നിന്നിറങ്ങി പിന്നെ ഒരിക്കലും തിരിച്ചെത്തിയിട്ടില്ല. തന്നെ ആരോ കൊന്നുകളഞ്ഞതാണെന്നാണ് അവിടെ ഉള്ളവരുടെ നിഗമനം. ഓഫീസിലുള്ള ആളുകൾ തന്നെ കുറിച്ച് വിഷമിക്കുകയോ വിലപിക്കുകയോ ചെയ്യുന്നതിന് പകരം സന്തോഷിക്കുകയാണ് ചെയ്തത്. അയ്യോ, രക്ഷപ്പെട്ടല്ലോ എന്ന്.
എനിക്ക് നല്ലപോലെ അറിയാവുന്ന, ഫസ്റ്റ് ഹാൻഡ് അറിയാവുന്ന ഒരു സ്റ്റോറിയാണ്. 1970-കളുടെ ആരംഭകാലത്ത് നിന്നുള്ള ഒരു സ്റ്റോറിയാണ്. ആത്മാവിലാണോ താൻ വിതച്ചത്, ജഡത്തിലാണോ വിതച്ചത്? തൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളുകളുടെ നോട്ടത്തിൽ താൻ ഒരു മനുഷ്യനല്ലായിരുന്നു, വളരെ ക്രൂരനായ, നിഷ്ഠൂരനായ ഒരു വ്യക്തിയായിരുന്നു. വിശ്വാസികളെ കാണിക്കാൻ വേണ്ടി 2 പെൻസിൽ പോക്കറ്റിൽ വെച്ചു. ഒന്ന് ദൈവത്തിൻ്റെയും ഒന്ന് ഓഫീസിന്റെ ആവശ്യത്തിന് വേണ്ടി. പഴയ നിയമത്തിലെ ഈ യാഗത്തിന് വേണ്ടി 2 മൃഗങ്ങളെ എടുക്കത്തില്ലായിരുന്നു. ഒന്ന് ദൈവത്തിന് വേണ്ടി, ഒന്ന് അസാസേലിന് വേണ്ടി. ആ രീതിയിൽ. അതല്ല ആത്മീക ജീവിതം. ആത്മീക ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ വിതയ്ക്കുന്നത് റിസൾട്ട് ഉണ്ടാക്കണം. ദൈവത്തിന് വേണ്ടി റിസൾട്ട് ഉണ്ടാക്കണം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരെ നാം എന്ത് വിതയ്ക്കുന്നു, ആത്മാവിൽ വിതയ്ക്കുന്നോ അതോ ജഡത്തിൽ വിതയ്ക്കുന്നോ എന്ന് പരിശോധിച്ച് 9-ാം വാക്യത്തിലേക്ക് നമുക്ക് നീങ്ങാം. 9-ാം വാക്യം ഓർപ്പിക്കുന്നത്, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. വിശ്വാസികൾ മറ്റു വിശ്വാസികളുമായിട്ട് പ്രതികാരം ചെയ്യാൻ പാടില്ല. 2, ജഡത്തിൽ വിതയ്ക്കാൻ പാടില്ല, ആത്മാവിൽ വിതയ്ക്കണം. അടുത്തത്, നാം നമ്മെ കൊണ്ട് സാധിക്കുന്ന എല്ലാ രീതിയിലും നന്മ ചെയ്യണം. അതിൽ മടുത്തു പോകരുത്. ഈ മടുത്തു പോകരുത് ദൈവം എന്തുകൊണ്ട് ഓർപ്പിക്കുന്നു? നന്മ ചെയ്യണം എന്ന് മാത്രം പറയുന്നതിന് പകരം നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുതെന്ന് ഓർപ്പിക്കുന്നതിന് 2 കാരണമുണ്ട്. ഒന്ന്, നന്മ ചെയ്യുമ്പോൾ അത് ഒരു നന്ദികെട്ട ജോലിയാണ്. കാരണം നമ്മൾ ആർക്ക് നന്മ ചെയ്യും? ഒരു 10-ൽ 9 പേര് മടങ്ങി വരത്തില്ല. കർത്താവ് 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകിയപ്പോൾ ഒരാളെ തിരിച്ചു വന്നുള്ളൂ. കർത്താവ് അത് ഉച്ചത്തിൽ അതിനെക്കുറിച്ച് വണ്ടർ ചെയ്തതായിട്ട്, ഇവൻ മാത്രമേ ഉള്ളോ എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. നമ്മൾ നന്മ ചെയ്യാൻ ശ്രമിച്ചാൽ 10-ൽ 9 പേര് ഒരിക്കലും നന്ദി പറയത്തില്ലെന്ന് മാത്രമല്ല, അതിൽ ചിലരെങ്കിലും എങ്ങനെങ്കിലും നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടി നോക്കും. അതിന്റെ കാരണം കൊണ്ട് നന്മ ചെയ്യാൻ ശ്രമിക്കുന്നവർ മടുത്തു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവവചനം ഓർപ്പിക്കുന്നത്, നന്മ ചെയ്യുന്നവൻ ദൈവത്തിന് കടം കൊടുക്കുന്നെന്നാണ്. ഞാൻ എൻ്റെ ലാംഗ്വേജിൽ അത് പാരാഫ്രൈസ് ചെയ്തതാണ്. അത് മനസ്സിലാക്കി നാം നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത് എന്ന് ദൈവജനം ഓർക്കണം. എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. നാം എല്ലാവരോടും നന്മ ചെയ്യേണ്ടത് ആവശ്യമാണ്. ദൈവവചനം വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക എന്ന് എടുത്ത് പറയുന്നതിന് ഒരു കാരണമുണ്ട്. ആക്ച്വലി നന്മ ചെയ്യുന്ന ഒരാള് നാച്ചുറലി സഹവിശ്വാസികളോടാണ് നന്മ ചെയ്യാൻ സാധ്യത അധികം. എന്നാൽ ഒരു വിശ്വാസി നന്മ ചെയ്യുന്നവൻ എന്ന് മനസ്സിലാക്കിയാൽ വിശ്വാസികളാണ് ഈ നന്മ ചെയ്യുന്നവനെ ചൂഷണം ചെയ്യാൻ അധികം സാധ്യത. കാരണം പേഴ്സണൽ പരിചയമുണ്ട്, ചർച്ച് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇന്ന് എത്ര വിശ്വാസികൾ നന്മ ചെയ്യാൻ വേണ്ടി പോയി വലിയ ഫൈനാൻഷ്യൽ ക്രൈസിസിൽ എത്തിച്ചേർന്നിരിക്കുക. കാരണം മറ്റുള്ളവര് കടം ചോദിച്ചവർക്കൊക്കെ കൊടുത്തു, ചിലതൊക്കെ ഡിസേൺമെന്റ് ഇല്ലാതെ കൊടുത്തു, ഒടുവിൽ ഒരാൾ പോലും കടം തിരിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ ഫൈനാൻഷ്യൽ ക്രൈസിസിലെത്തിയ ഒത്തിരി വിശ്വാസികളുണ്ട്. അങ്ങനെയുള്ളവരെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ചുകൂടെ ഡിസേൺമെന്റ് ഉപയോഗിക്കണം. അവരുടെ കപ്പാസിറ്റിയിൽ അധികം കൊടുക്കണമെന്ന് ദൈവവചനം പറയുന്നില്ല. 2, ദൈവം കാണുന്നുണ്ട്, ദൈവം നിങ്ങളെ മാനിക്കും എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചു പോകട്ടെ. അപ്പൊ അതുകൊണ്ട് നന്മ ചെയ്യൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. നാം വിശ്വസ്തരോടെ നിന്ന് കഴിഞ്ഞാൽ നാം കൊയ്യും, ദൈവം സഹായിക്കും. 10-ാം വാക്യം, ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. ഈ 7 തൊട്ട് 10 നമ്മുടെ കൃപയിൽ കൂടെയുള്ള രക്ഷയിൽ നമ്മുടെ വിശ്വാസം ശരിയാണെങ്കിൽ
ന്യായപ്രമാണത്തിന്റെ പുറകെ നമ്മൾ പോയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇത് ഓർപ്പിക്കുന്നു. 1-ാം അധ്യായം തൊട്ടേ ഓർപ്പിക്കുന്നുണ്ട്. 1 തൊട്ട് 6 വരെ ഓർപ്പിക്കുന്നത് നാം പരസ്പരം ഭാരങ്ങൾ ചുമക്കണം. 7 തൊട്ട് 10 അതിന്റെ ചില പ്രാക്ടിക്കൽ വശങ്ങൾ ഓർപ്പിക്കുന്നു. നമ്മൾ ആത്മാവിൽ വിതയ്ക്കണം, നന്മ ചെയ്യാൻ മടുക്കരുത്, ആൻഡ് പ്രത്യേകിച്ച് സഹവിശ്വാസികളോട് നന്മ ചെയ്യാൻ മറക്കരുത് എന്നുള്ള കാര്യം ദൈവവചനം ഓർപ്പിക്കുന്നു. അത് കുറച്ച് വിഷമമുള്ള കാര്യമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. കാരണം സഹവിശ്വാസികളാണ് സാധാരണ മറ്റുള്ളവരെ സഹായിക്കുന്ന വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നത്. ആക്ച്വലി 1 തൊട്ട് 6 വരെയുള്ള വാക്യം ഒരു സെക്ഷനാണ്. പരസ്പരം ഭാരങ്ങൾ ചുമക്കുക. 7 തൊട്ട് 10 ആത്മാവിൽ വിതയ്ക്കുക. ആത്മാവിൽ വിതച്ചാൽ അതിന് ശാശ്വത ഫലങ്ങളാണ് കിട്ടുന്നത് എന്ന് ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നു. ആത്മാവിൽ വിതയ്ക്കുന്നത് ഈസിയല്ല, പ്രത്യേകിച്ച് മറ്റുള്ളവരോട് നന്മ ചെയ്യുന്നത് ഈസിയല്ല. എപ്പോഴും നല്ല 2 വാക്ക് മാത്രം പറയുന്നത് ഈസിയല്ല. എന്നാൽ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശാശ്വതമായ ഫലം കൊയ്യും എന്ന് ദൈവം ഓർപ്പിക്കുന്നു. ഈ ന്യായപ്രമാണത്തെക്കുറിച്ചും കൃപയെക്കുറിച്ചും പറയുന്ന ഒരു ലേഖനത്തിൽ ഇങ്ങനെ 2 വിഷയങ്ങൾ എന്തുകൊണ്ട്, 1 പരസ്പരം ഭാരം ചുമക്കണമെന്നുള്ള വിഷയം, 2 ആത്മാവിൽ ശാശ്വത റിസൾട്ട് കിട്ടാൻ വേണ്ടി കൊയ്യണം എന്നുള്ള വിഷയം, അത് എവിടുന്ന് വന്നു, അതും ന്യായപ്രമാണം തമ്മിൽ എന്ത് ബന്ധം, അതും കൃപയും തമ്മിൽ എന്ത് ബന്ധം എന്ന് പെട്ടെന്ന് നമ്മൾ ചിന്തിച്ചെന്നിരിക്കും. പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. കൃപയുടെ സന്ദേശം പ്രോപ്പർലി നമ്മൾ മനസ്സിലാക്കിയാൽ പരസ്പരം ഭാരങ്ങളെ ചുമക്കും, കണ്ടിച്ചു മുറിക്കാനല്ല നോക്കുന്നത്. 2 കൃപയുടെ സന്ദേശം ശരിയായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആത്മാവിൽ വിതയ്ക്കും. ആൻഡ് അത് വിഷമമുള്ള ഒരു കാര്യമാണ്, എന്നാൽ അത് മനസ്സിലാക്കി ആത്മാവിൽ തന്നെ വിതയ്ക്കും. 3-ാമത്തെ സെക്ഷൻ ഇതേ പുസ്തകത്തിൽ ഗലാത്യ ലേഖനം 6-ാം അധ്യായം 3-ാമത്തെ സെക്ഷൻ 11 തൊട്ട് 18 വരെ 11 തൊട്ട് 18 വരെ അത് കുറേയേറെ സമ്മറിയാണ്. ആ സമ്മറിയിൽ ദൈവാത്മാവ് പല വിഷയങ്ങൾ പറയുന്നു. ദൈവാത്മാവിന്റെ പ്രേരണയിൽ പൗലോസും പറയുന്നു. ഫോർ എക്സാമ്പിൾ 11-ാം വാക്യം, നോക്കുവീൻ എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. പൗലോസ് ഈ ലേഖനങ്ങൾ എഴുതിയിരുന്ന സമയത്ത്, പ്രത്യേകിച്ച് പൗലോസ് പോലുള്ള ഈ കൂടാരപ്പണിയൊക്കെ ചെയ്ത് അവരവരുടെ സപ്പോർട്ട് റേസ് ചെയ്യുന്ന ആളുകൾ ശാസ്ത്രിമാരെ ഉപയോഗിച്ചായിരുന്നു എഴുതുന്നത്, അല്ലാതെ അവരെഴുതത്തില്ലായിരുന്നു. പൗലോസിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ലേഖനങ്ങൾ എല്ലാം വളരെ കെയർഫുള്ളി വായിച്ചു കഴിഞ്ഞാൽ പൗലോസ് ശാസ്ത്രിമാരെ കൊണ്ടാണ് ഇത് എഴുതിപ്പിച്ചതെന്നുള്ളത് വ്യക്തമാകും. അങ്ങനെ എഴുതിപ്പിച്ച ലേഖനങ്ങളുടെ എല്ലാത്തിന്റെ അവസാനത്തിൽ പൗലോസ് സൈൻ ചെയ്യുമായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് സൈൻ ചെയ്യുമായിരുന്നു. ചില സമയത്ത് 1-2 വാചകങ്ങളൂടെ എഴുതുമായിരുന്നു. ഈ വാചകങ്ങൾ വായിച്ച് എല്ലാം കൂടെ തുലനം ചെയ്തു കഴിഞ്ഞാൽ പൗലോസിന്, അപ്പോസ്തലനായ അല്ലെ കർത്താവിന്റെ മഹാനായ അപ്പോസ്തലന് കാഴ്ചയ്ക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. അങ്ങനെ വരുമ്പോഴാണ് നോർമൽ അക്ഷരത്തിന് പകരം വലിയ അക്ഷരത്തിൽ എഴുതുന്നത്. അപ്പൊ ഇവിടെ നോക്കുവീൻ എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ അത് ഓർപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ലേഖനങ്ങളെല്ലാം ദൈവാത്മാവ് മഹാനായ പൗലോസിൽ കൂടെയാണ് നമുക്ക് നൽകിയത്. അതിന് മഹാനായ പൗലോസ് പല ശാസ്ത്രിമാരെ ഉപയോഗിച്ചെങ്കിലും ഇങ്ങനെയുള്ള ലേഖനങ്ങളുടെ അവസാനത്തിൽ
പൗലോസ് അപ്പോസ്തലൻ സൈൻ ചെയ്തിരുന്നു. അത് അപ്പോസ്തലൻ തന്നെ അവർക്ക് അയക്കുന്നതാണ് എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി. മറ്റൊരു കാര്യം വെളിപ്പെടുന്നത് ഇത്രയധികം ശാരീരിക ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടും, കണ്ണിന്റെ പ്രശ്നം ഉണ്ടായിട്ട്, ഹെൽത്തിന്റെ പ്രശ്നം ഉണ്ടായിട്ടും തന്നെ ദൈവം ഏത് കാര്യത്തിന് വിളിച്ചു, മരണം വരെ അപ്പോസ്തലനായ പൗലോസ് അക്കാര്യത്തിൽ വിശ്വസ്തനായിരുന്നു. നമ്മളും നമ്മുടെയൊക്കെ ജീവിതം കെയർഫുള്ളി പരിശോധിക്കേണ്ടത് ആവശ്യമാണ് എന്നോർപ്പിക്കട്ടെ. ഒരു മിനിറ്റ്. ആരോ എന്തോ ഒരു സ്വിച്ച് ഞെക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇറ്റ് ഹാപ്പൻസ്, എല്ലാവർക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് കുറേയേറെ ശബ്ദങ്ങൾ വന്നിരുന്നു. അത് ഒരാഴ്ച കഴിഞ്ഞാണ് പ്രശ്നം എന്തായിരുന്നു എന്നുള്ളത് സോൾവ് ചെയ്തത്. ഞാൻ ഒത്തിരി പവർഫുൾ ഒരു കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നത്. കാരണം പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ പശ്ചാത്തലത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സോഫ്റ്റ്വെയർ അതിന്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ട് അത് കുറേയേറെ വീഡിയോസ് അങ്ങ് ഓൺ ചെയ്തായിരുന്നു. അതാ കഴിഞ്ഞ ആഴ്ച ഡിസ്റ്റർബൻസ് ഉണ്ടായത്. അതിനെ ക്ഷമിക്കണം. അതിൻ്റെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. കേരളത്തിൽ യുക്തിവാദികൾ വളരെയധികം വീഡിയോസിൽ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒത്തിരിയും വിശ്വാസികൾ അതിന് ഇരയാകുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു പിതാവ് വന്ന് പറഞ്ഞു, തൻ്റെ മകൻ എങ്ങനെ പലചരക്ക് കടയിൽ പോയി, പലചരക്കുകാരൻ യുക്തിവാദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു, മകൻ വിശ്വാസത്തിൽ ആടിപ്പോയി, ഇപ്പൊ ആടി നിൽക്കുന്നു. ആ പ്രായമുള്ള സഹോദരൻ റെഗുലറായിട്ട് എൻ്റെ വീഡിയോസ് കാണാറുണ്ട്. മകൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി. ദൈവജനം ഈ വീഡിയോ മിനിസ്ട്രിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കട്ടെ. ഞങ്ങൾക്ക് വലിയ മാൻ പവർ ഒന്നുമില്ല. ഞാനും സനീഷും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും കൂടാണ് എല്ലാം കൂടെ ചെയ്യുന്നത്. രണ്ടുപേരും കൂടെ ചേർന്നാണ് ഒരു ഫാക്ടറി. ദൈവജനം പ്രത്യേകം പ്രാർത്ഥിക്കണം. നോക്കുവീൻ, എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവർ ഒക്കെയും ക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. ക്ലോസിങ്ങില് ദൈവാത്മാവ് ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കുന്നത്, എന്തുകൊണ്ട് ഈ ന്യായപ്രമാണം, കൃപയുടെ സുവിശേഷം, കൃപയുടെ സന്ദേശം പ്രാപിച്ച് കൃപയിൽ കൂടെ രക്ഷ പ്രാപിച്ചു കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇന്ന് ന്യായപ്രമാണം, പ്രത്യേകിച്ച് പരിച്ഛേദന എന്നുള്ള വിഷയം വിശ്വാസികളുടെ മധ്യേ ചിലർ പ്രചരിപ്പിക്കുന്നു? അതിന്റെ കാരണം ജഡത്തിൽ സുഖം കാണിക്കാൻ ഇച്ഛിക്കുന്നവർ ഒക്കെയും ക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. പ്രായമായി ഞാൻ ഇനി ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ച് എന്തിനാണ് വിശ്വാസികളുടെ ഇടയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്? ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാനായിട്ട് എന്തിനാ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടുണ്ടോ? ഞാൻ ഒരു 100 പ്രാവശ്യം കേട്ടിട്ടുണ്ട്. നമ്മുടെ മധ്യയുള്ള ദുരുപദേശങ്ങളെ കുറിച്ച് പറയുമ്പം ഞാനായിട്ട് ഇനി എന്തിനാ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്? വേർപാട് മാസിക നിങ്ങളിൽ പലർ കണ്ടു കാണും. ഇപ്പൊ അത് PDF ഞങ്ങൾ അയക്കാറുണ്ട്. ഞാനും ഡോക്ടർ സനീഷും കൂടെ ചില വർഷം മുമ്പ് തുടങ്ങിയ ഒരു വർക്കാണ്. ഉപദേശത്തിന് വേണ്ടി ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സഹോദരന്മാരെ വിളിച്ച്, ബ്രദറെ, ഇന്ന വിഷയത്തെക്കുറിച്ച് ഇന്നത് നമ്മുടെ മധ്യേ നടക്കുന്നത് ശരിയല്ല, ഇന്നത് പഠിപ്പിക്കുന്നത് ശരിയല്ല എന്ന് ആളുകൾ പറയാറുണ്ട്. അങ്ങനെ പറയുമ്പം അവരോട് ഒരു കാര്യം ചെയ്യേ, ബ്രദറിന് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതി ഒന്ന് അയച്ചതാന്ന് പറയുമ്പോൾ ഉടനെ അവരുടെ മറുപടി, എൻ്റെ സാഹചര്യമൊക്കെ അറിയാമല്ലോ, എൻ്റെ സാഹചര്യം അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വാ തുറന്നാൽ എൻ്റെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് നിന്നുപോകും, അല്ലെങ്കിൽ അതുപോലുള്ള പ്രോബ്ലം ഉണ്ടാകും. അപ്പം പ്രശ്നമുണ്ടാകാൻ പാടില്ല. ഞാൻ സുഖമായിട്ട് ജീവിക്കണം.
അതുകൊണ്ടാണ് ഇന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ ഞാൻ മിണ്ടാത്തത്, അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ ഞാൻ അത് അനുമോദിക്കുന്നത്. ദൈവവചനം ഓർപ്പിക്കുന്നത്, ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. അവർ അവരുടെ ജീവിതത്തിൽ കഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, ക്രൂശിന്റെ കഷ്ടം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പരിച്ഛേദന ഏൽക്കാൻ നിങ്ങളോട് പ്ലീഡ് ചെയ്യുന്നത്. 13. എന്നാൽ ഒരു പ്രാവശ്യം കൂടെ ദൈവാത്മാ ഓർപ്പിക്കുന്നത്, പരിച്ഛേദനക്കാർ തന്നെയും ന്യായപ്രമാണം ആചരിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കണം എന്ന് വെച്ച് നിങ്ങൾ പരിച്ഛേദന ഏൽപ്പാൻ അവർ ഇച്ഛിക്കുന്നതേ ഉള്ളൂ. പരിച്ഛേദന എന്ന് പറഞ്ഞ് നടക്കുന്ന അവർ ന്യായപ്രമാണം അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ അവരുടെ ജീവിതത്തിൽ ന്യായപ്രമാണം ആചരിക്കുന്നില്ല എന്ന് ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നു. നിങ്ങളെ പെർസ്വേഡ് ചെയ്യണം, നിങ്ങളെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. ക്രൂശിന്റെ കാരണം കൊണ്ടുള്ള ആ പെർസിക്യൂഷൻ, ആ പീഡനം, അത് നിന്ന് കിട്ടണം. 14. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. വേർപെട്ട് വിശ്വാസികളുടെ ജീവിതം അത്ര എളുപ്പമല്ല. കാരണം ഈ ഒഴുക്കിന്റെ കൂടെ ഒഴുകുന്നതാണ് എപ്പോഴും ഈസി. അതിൻ്റെ ഓപ്പോസിറ്റ് പോകുന്നത് അത് ഈസി അല്ല. ഒഴുക്കിന്റെ ഓപ്പോസിറ്റിൽ പോകുന്നത് ഈസി അല്ലാത്തത് കൊണ്ടാണ് ഒഴുക്കിന്റെ കൂടെ അങ്ങ് പോകാം. പരിച്ഛേദന ഏൽക്കണം എന്ന്, കൃപയിൽ കൂടെ ആ രക്ഷ എന്ന് ചിലർ പറഞ്ഞെങ്കിൽ ശരിയാണ്, അതിൽ കൂടെ നമ്മൾ രക്ഷ പ്രാപിച്ചു. പരിച്ഛേദന ഏൽക്കണം എന്ന് ചിലർ പറഞ്ഞു, അതും ശരിയാണ്, നമുക്കതും അങ്ങ് ചെയ്തേക്കാം, ആരെയും വെറുപ്പിക്കണ്ട എന്നുള്ള ഫിലോസഫി ആയിരുന്നു ഗലാത്യയില്. ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്, അങ്ങനെ മനുഷ്യന്റെ ഫിലോസഫിയിലല്ല നാം പ്രശംസിപ്പാൻ ആഗ്രഹിക്കേണ്ടത്. യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപയുടെ സന്ദേശമാണ്. കൃപയുടെ സന്ദേശം അല്ലാതെ മനുഷ്യനിർമ്മിതമായ ഫിലോസഫീസിൽ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഈ അടിസ്ഥാന പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നാം ശരിയായിട്ട് വേർപെട്ട് നിൽക്കത്തുള്ളൂ. ആ അടിസ്ഥാന പ്രമാണമാണ്, ക്രിസ്തുവിൽ കൂടെ ലോകം എനിക്ക്, ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ലോകം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ ചുറ്റിനുമുള്ള ലോകം മാത്രമല്ല. ദൈവവചനം ലോകം എന്ന് ഉപയോഗിക്കുമ്പോൾ സാത്താൻ ഈ ലോകത്തെ ഭരിക്കുവാൻ വേണ്ടി ഒരു ഫിലോസഫി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് ലോകം എന്നാ പറയുന്നത്. അപ്പം ആ ഫിലോസഫി അനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസികളും അവിശ്വാസികളും, അവർ എനിക്കും ഞാൻ അവർക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഈ കാര്യം വിശ്വാസികളായ നാം വ്യക്തമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ വേർപെട്ട് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ഓർപ്പിക്കട്ടെ. ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വേർപാട് എന്നുള്ള വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ സഭയിലെ പ്രധാനിയായി, മൂപ്പനല്ലാരും എന്നാൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ബ്രദർ എന്നോട് വന്ന് പറഞ്ഞു, ബ്രദർ ഇങ്ങനൊന്നും വേർപാടിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ കുട്ടികളൊക്കെ എല്ലാം അല്പസ്വല്പം രുചിച്ചറിഞ്ഞിരിക്കണം. ഞാൻ ചോദിച്ചു, അല്പസ്വല്പം രുചിച്ചറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പുള്ളി പറഞ്ഞു, നമ്മൾ വർജിക്കുന്ന കാര്യങ്ങളെല്ലാം അത് തെറ്റാണെന്നുള്ളത് അവർ എങ്ങനെ മനസ്സിലാക്കും? അതുകൊണ്ട് അവർ ആദ്യമേ അത് അല്പസ്വല്പമൊക്കെ ഒന്ന് രുചിച്ചു നോക്കട്ടെ. ഞാൻ ചോദിച്ചു, അശ്ലീല സാഹിത്യം വായിച്ചോട്ടെ? വായിക്കട്ടെ ബ്രദറെ. കുറച്ചൊക്കെ ഒന്ന് മദ്യപിക്കട്ടെ? മദ്യപിച്ചോട്ടെ ബ്രദറെ. കുറച്ചൊക്കെ ജഡത്തിന്റെ അഭിലാഷത്തിനനുസരിച്ച് ബോയ്സ് ആൻഡ് ഗേൾസ് തമ്മിൽ ബന്ധപ്പെടട്ടെ? ബന്ധപ്പെടട്ടെ ബ്രദറെ. പിന്നാണ് സഭയിലുള്ള ആളുകൾ എന്നോട് വന്ന് പറഞ്ഞത്, ഈ സഹോദരൻ എല്ലാ രീതിയിലുമുള്ള വിശ്വാസിയാണെന്ന് പറയുന്നു, ഞായറാഴ്ച എഴുന്നേറ്റ് കമ്പൽസറിയില് പ്രബോധനം പറയുന്നു, എന്നാൽ
ജഡത്തിന്റെ എല്ലാ രീതിയിലുമുള്ള മോഹങ്ങളെ പൂർണ്ണമായിട്ടും തൃപ്തമാക്കിയിട്ടാണ് ജീവിക്കുന്നത്. അതാണ് തൻ്റെ വായിൽ നിന്ന് വന്നത്. ദൈവവചനം ഓർപ്പിക്കുന്നത്, നോ, ലോകം എനിക്ക് മരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ലോകവും അതിൻ്റെ മോഹത്തിന്റെ പുറകെ പോകരുത്. ഈ ബ്രദർ പറഞ്ഞത് ലോകത്തിന്റെ മോഹത്തിന്റെ പുറകെ കുറച്ചൊക്കെ പോയാൽ കുഴപ്പമില്ലെന്നാ. നോ, ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് ലോകവും അതിൻ്റെ മോഹവും ഞാൻ ക്രൂശിച്ചിരിക്കുന്നു. ലോകത്തിന് ഞാനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇത് വിശ്വാസികൾ അനുദിന ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. 15-ാം വാക്യം, പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല പുതിയ സൃഷ്ടി അത്രേ കാര്യം. വിശ്വാസികളായ നാം 2 കൊരിന്ത്യർ 5:17 പറയുന്ന, ആകയാൽ ഒരുവൻ ക്രിസ്തു എങ്കിൽ അവൻ ഒരു പുതിയ സൃഷ്ടി എന്നുള്ളത് അനുദിന ജീവിതത്തിൽ ഓർത്ത്, ഞാനൊരു പുതിയ സൃഷ്ടി ആയതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന്റെ കൂടെ ലോകത്തെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് ഓർത്ത് ലോകപ്രകാരം ജീവിക്കുന്നതിന് പകരം വേർപെട്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. ദൈവാത്മാവ് പിന്നെ ആ കാര്യം ഓർപ്പിക്കുന്നു. കാരണം ഉപദേശം എവിടെ പഠിപ്പിക്കുന്നു അവിടെ അതിന്റെ പ്രായോഗിക വശം പഠിപ്പിച്ചിരിക്കണം. ഉപദേശം പഠിപ്പിക്കുമ്പോൾ ആ ഉപദേശവുമായിട്ട് ബന്ധപ്പെട്ട എത്രയോ പ്രായോഗിക വിഷയങ്ങളുണ്ട്, അത് മനസ്സിലാക്കി പഠിപ്പിച്ചിരിക്കണം. അതുകൊണ്ടാണ് ദൈവാത്മാവ് ഇവിടെ ഈ വിഷയം ഓർപ്പിക്കുന്നത്. പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല പുതിയ സൃഷ്ടി അത്രേ കാര്യം. നമ്മളാണ്, ക്രിസ്തുവിലുള്ളവരാണ് പുതിയ സൃഷ്ടി. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷ പ്രാപിച്ചിട്ടുള്ള ദൈവജനം. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും, പുതിയ നിയമത്തിന്റെ പ്രമാണങ്ങളെ അനുസരിച്ച് നടക്കുന്ന അവർക്കെല്ലാവർക്കും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ദൈവവചനം ലംഘിച്ച് നമുക്ക് ജീവിക്കാം. ദൈവവചനം ലംഘിച്ച് ജീവിച്ചതുകൊണ്ട് ആരും വന്ന് നമ്മളെ അറസ്റ്റ് ചെയ്ത് ജയിലിലൊന്നും ഇടാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് 21-ാം നൂറ്റാണ്ടിൽ. 21-ാം നൂറ്റാണ്ടിൽ എത്ര ഭയാനകമായ പാപം ചെയ്തു കഴിഞ്ഞാലും ഒരു ഞായറാഴ്ച ഒന്ന് തിരുത്താഴത്തിൽ നിന്ന് മാറി നിന്നാ മതി. അത് കഴിഞ്ഞ് ഉടനെ റെസ്റ്റോറേഷനാണ്. നമുക്ക് മാനസാന്തരം ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് അവിടെ പ്രശ്നമല്ല. ദൈവവചനം ഓർപ്പിക്കുന്നത് അങ്ങനെയല്ല. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്നവർക്കാണ് ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകുന്നത്. ഈ ആത്മീക ജീവിതത്തെ ഒരു ഡ്രാമയായിട്ടെടുത്ത് ജഡത്തിൽ വിതച്ച് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് പിന്നെയും ഞാൻ ഒരു പ്രശ്നമില്ലാത്ത വിശ്വാസിയാണെന്ന് നടിച്ച് മുൻപോട്ട് പോകുന്നവർക്കല്ല സമാധാനവും കരുണയും ഉണ്ടാകുന്നത്. ആത്മാവിൽ വിതയ്ക്കുന്നവനാണ് സമാധാനവും കരുണയും ഉണ്ടാകുന്നതെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. അത്രയും പറഞ്ഞു കഴിഞ്ഞ് മഹാനായ പൗലോസ് ഒരു കാര്യം ഓർപ്പിക്കുന്നു, ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. പൗലോസ് എത്ര 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 ടോർച്ചർ, പീഡനം സഹിച്ചെന്നുള്ളത് നമുക്കറിയാം. ഗലാത്യ വിശ്വാസികൾക്കും അത് നല്ലതുപോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് ഒരു പിതാവിനെ പോലെ ഗലാത്യയിലുള്ള തൻ്റെ മക്കളോട് സംസാരിക്കുമ്പോൾ ആ പേഴ്സണൽ ടച്ച് അവിടെ കൊണ്ടുവരികയാണ്. ആശയവിനിമയത്തിന് പല രീതികളുണ്ട്. ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ആ രീതികളെല്ലാം ഉപയോഗിക്കണമെന്ന് ദൈവവചനം തന്നെ നമുക്ക് മാതൃക നൽകുന്നു. ആ മാതൃക അനുസരിച്ച് ഈ ലേഖനത്തിന്റെ അവസാനത്തിൽ ആ പേഴ്സണൽ ടച്ച് കൊണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്, യേശുവിന്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. പൗലോസിനെ മർദ്ദിച്ചതുപോലെ അറ്റ്ലീസ്റ്റ് പുതിയ നിയമത്തിലുള്ള രേഖകളിൽ ആരെയും മർദ്ദിച്ചിട്ടില്ല. ഓഫ് കോഴ്സ് AD 70 കഴിഞ്ഞ് നീറോ ചക്രവർത്തിയുടെ കാലത്ത് പീഡനം തുടങ്ങിയപ്പോൾ അത് പിന്നെ മർദ്ദിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുകയായിരുന്നു.
അപ്പോസ്തലന്മാരിലെ, എന്നാൽ അപ്പോസ്തലന്മാരുടെ കാലത്ത് ഏറ്റവും അധികം മർദ്ദിക്കപ്പെട്ട വ്യക്തി, അറ്റ്ലീസ്റ്റ് രേഖകൾക്കനുസരിച്ച്, അത് പൗലോസ് ആയിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു, ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. മക്കളോടുള്ള രീതിയിലുള്ള ഒരു അപ്പീലാണ് ഗലാത്യ വിശ്വാസികളോട്. കാരണം ഗലാത്യ വിശ്വാസികൾ പൗലോസിന്റെ ആത്മീക മക്കളായിരുന്നു. ഫൈനലി ഗലാത്യ ലേഖനം ക്ലോസ് ചെയ്യുന്ന, സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് ഇരിക്കുമാറാകട്ടെ. ആമീൻ. വിശ്വാസികളായ നാം, പ്രത്യേകിച്ച് വേർപാട് വിശ്വാസികൾ സംസാരിക്കുമ്പം ദൈവം അനുവദിച്ചാൽ, ദൈവം സഹായിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇന്ന് അത് വളരെ കുറഞ്ഞു വരികയാണ്. അതൊരു നല്ല കാര്യമല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. വിശ്വാസികൾ പരസ്പരം കാണുമ്പോൾ, അതുപോലെ യാത്ര പറയുമ്പോൾ, ഇങ്ങനെ ദൈവത്തിൽ അവരെ തന്നെ, ആരോടെ യാത്ര പറയുന്ന അവരെ തന്നെ, അവർ ഏത് കാര്യത്തിന് പോകുന്നു, അക്കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. അത് നമ്മുടെ ഒരു പരിചയമായിരുന്നു. വിശ്വാസികൾ ഒന്നിച്ചു കണ്ട് ഒരു 10-20 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞ് വേർപെടുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു കോമൺ പരിചയമായിരുന്നു. ഇന്ന് പലരും ധൃതിയാണ്, സമയമില്ല, ദൈവത്തിനെല്ലാം അറിയത്തില്ലേ എന്നും പറഞ്ഞൊക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. എന്നാൽ ആ പഴയ പരിചയങ്ങൾ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക. അതുപോലെ പരസ്പരം കണ്ടു കഴിഞ്ഞ് വേർപിരിയുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യുക. ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗ് നല്ല കാര്യമാണ്, പര്യാപ്തമല്ല. അത് പര്യാപ്തമാകണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് ഇരിക്കുമാറാകട്ടെ എന്ന് പല ലേഖനങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്ന ഈ കാര്യം നമ്മുടെ സംസാരത്തിലും, പ്രത്യേകിച്ച് വേർപിരിയുമ്പോൾ നമ്മൾ പറയുന്ന ഗ്രീറ്റിംഗ്സിൽ വരേണ്ടത് ആവശ്യമാണ്. ഏത് വാക്ക് ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, അത് നിങ്ങളുടെ ഔട്ട്ലുക്കാണ്. എന്നാൽ ഇത് നമ്മുടെ ഭാഷയിലും നമ്മുടെ സംസാരത്തിലും കടന്നു വരേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ 38 ക്ലാസ്സസും കൊണ്ട് ഗലാത്യ ലേഖനം കവർ ചെയ്യാൻ ദൈവാത്മാവ് സഹായിച്ചതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.